പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാന ക്ലാസ്സിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വിശുദ്ധ കുർബാനയുടെ ആമുഖ സംവാദത്തെക്കുറിച്ചാണ്. ആമുഖ സംവാദത്തിൻ്റെ തുടർന്ന് പുരോഹിതൻ്റെ ഒരു രഹസ്യ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അതിനുശേഷം മാലാഖമാരുടെ സ്തുതിപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. മാലാഖമാരുടെ സ്തുതിപ്പ് ഈ ആമുഖ സംവാദത്തിൽ പറഞ്ഞതുപോലെ ഇതാ സ്വർഗവാസികളും ഭൂവാസികളും ഒരുമിച്ച് നടത്തുന്ന ഒരു ശുശ്രൂഷയാണ്. ഈ മാലാഖമാരുടെ സ്തുതിപ്പ് നമുക്കൊന്ന് കേട്ടു നോക്കാം. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂമി, സമുദ്രങ്ങൾ, സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ, മാലാഖമാർ, പ്രധാന മാലാഖമാർ, ഈശേൻവാസേന്മാർ, സുൽത്വേനന്മാർ, മൗത്വേന്മാർ, മോറവാസേന്മാർ, ഹൈലേന്മാർ, അനേകം കണ്ണുകളുള്ള ക്രൂബേന്മാർ, കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറന്ന് കാതീശി പാടുന്നവരായ 6 ശിരകളുള്ള ശ്രോപ്പേന്മാർ തുടങ്ങി ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. വം കദിശേൻ കോയിൻ ഓമരീൻ. പരിശുദ്ധൻ 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 ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഇരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകും. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആദിജാതന്മാരുടെ സമൂഹവും അതുപോലെ നവവൃന്ദം മാലാഖമാരും ഒരുമിച്ച് വിശ്വാസികളും പുരോഹിതനും ചേർന്ന് ആണ് ഇവിടെ സ്തുതിപ്പ് നടത്തുന്നത്. മാലാഖമാരുടെ സ്തുതിപ്പ് സുറിയാനി സഭയുടെ ആരാധനയിലും പ്രാർത്ഥനയിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ ത്രൈശുദ്ധ കീർത്തനം ആലപിക്കുന്നുണ്ട്. അത് മാലാഖമാരുടെ ഒരു സ്തുതിപ്പാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് മാലാഖമാരുടെ സ്തുതിപ്പ്. പാതിരാത്രി നമസ്കാരം അവസാനിപ്പിക്കുന്നത് മാലാഖമാരുടെ സ്തുതിപ്പ് പാടിക്കൊണ്ടാണ്. വീണ്ടും സുറിയാനി സഭയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ മൃതദേഹം കല്ലറയിൽ വെച്ചതിന് ശേഷം 3 പ്രാർത്ഥനകൾ നിർബന്ധമായും അനുഷ്ഠിക്കുന്നുണ്ട്. ഒന്ന് കൗമാ നമസ്കാരമാണ്, മറ്റൊന്ന് വിശ്വാസ പ്രമാണമാണ്, മൂന്നാമത്തേത് മാലാഖമാരുടെ സ്തുതിപ്പാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിലും മാലാഖമാരോടൊപ്പം നമ്മൾ സ്തുതിഗീതങ്ങൾ പാടുകയാണ്. മാലാഖമാരുടെ സ്തുതിഗീതം വിശുദ്ധ കുർബാനയുടെ ട്രാൻസെൻഡൻ്റൽ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. സ്വർഗവാസികൾ ഭൂവാസികളോട് ചേരുകയാണ്. ആദിജാതന്മാരുടെ സമൂഹത്തോടും മാലാഖമാരോടും അത് ചേർന്നു നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. പുരോഹിതൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയും വിശ്വാസികളുടെ പ്രതിവാക്യവുമുണ്ട്. തീർച്ചയായിട്ടും വിശ്വാസികൾ ആ പ്രതിവാക്യം കൃത്യമായി ഏറ്റുപറയെങ്കിൽ മാത്രമേ അത് വിശ്വാസികൾക്കൊരു അനുഭവമായി തീരുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ആദ്യത്തേതും ദീർഘമേറിയതുമായ പ്രധാനപ്പെട്ടതുമായ യാക്കോബിൻ്റെ തക്സായിലാണ് നവവൃന്ദ മാലാഖമാരുടെ പേര് ഉച്ചരിക്കുന്നത് പുരോഹിതൻ. അങ്ങനെ നവവൃന്ദ മാലാഖമാരുടെ പേര് ഉച്ചരിക്കുന്നത് വഴിയായി അവരുടെ സാന്നിധ്യം സഭ ഉറപ്പാക്കുന്നുണ്ട്. അങ്ങനെ മാലാഖമാരോട് ചേർന്നുള്ള ആ സ്തുതിപ്പ് കഴിഞ്ഞാൽ ഉടനെ പുരോഹിതൻ വീണ്ടും ഒരു രഹസ്യപ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അതിനുശേഷം സ്ഥാപന വചനങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന രംഗമാണ് ഇവിടെ. കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തു തന്നെയും പുരോഹിതൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ സ്ഥാപന വചനങ്ങൾ, കുദാശ വചനങ്ങൾ ഉച്ചരിക്കുന്നുവെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. നമുക്ക് ആ സ്ഥാപന വചനങ്ങളൊന്ന് കേട്ടു നോക്കാം. പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ചു, മുറിച്ചു. തൻ്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പിൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു ഇത്. അപ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ചു. തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന
എൻ്റെ രക്തമാകുന്നു ഇത്. വൽഹായേ ദൽ ഓലം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു തൻ്റെ പരിശുശ്രൂഷയുടെ അവസാനത്തെ നാളുകളിൽ സെഹിയോൻ മാളികയിലേക്ക് പ്രവേശിക്കുകയും ഇതാ പുതിയ നിയമ പെസഹായെ ആചരിക്കുകയും ചെയ്തു. പഴയ നിയമ പെസഹ ഒരു മൃഗബലിയായിരുന്നു, നമുക്കറിയാം. മൂകജന്തുക്കളെ ബലിയർപ്പിക്കുന്ന പഴയ നിയമ പെസഹായ്ക്ക് പകരമായി നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നു, രക്തമാകുന്നു പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചു. സെഹിയോൻ മാളികയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ഓരോ വിശുദ്ധ കുർബാനയിലും ആവിഷ്കരിക്കപ്പെടുകയാണ്. കർത്താവിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യം കൂദാശ വചനങ്ങൾ ഉരുടുമ്പോൾ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു സെഹിയോൻ മാളികയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, എന്നാൽ പിന്നീട് അവിടുന്ന് ഗെത്സമൻ തോട്ടത്തിലേക്കും പിന്നീട് കാൽവരിയിലേക്കും പോയി ബലി പൂർത്തിയാക്കി. അപ്പോൾ അത് നമുക്ക് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ടോ? സുറിയാനി പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് സെഹിയോൻ മാളികയിൽ നടന്ന അപ്പവീഞ്ഞുകളുടെ ബലി അത് ഇതാ കാൽവരിയിലും ഗെത്സമനിലും നടന്ന ബലിയും ഒന്ന് തന്നെയാണ് എന്നാണ്. അതിനാണ് വിശുദ്ധ കുർബാനയ്ക്ക് ദീർഘമായ ഒരുക്കം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ കാൽവരിയിൽ നടന്ന ആ ബലി, ഗെത്സമൻ തോട്ടത്തിൽ നടന്ന ആ ബലി ഓരോ വിശ്വാസിയുടെയും പുരോഹിതൻ്റെയും ജീവിതത്തിൽ അത് അനുഭവമാക്കിയതിന് ശേഷമാണ് നമ്മൾ വിശുദ്ധ കുർബാന ബലിയർപ്പിക്കാനായിട്ട് വരുന്നത്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഗെത്സമൻ തോട്ടത്തിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. സുറിയാനി സഭയുടെ പ്രാർത്ഥന, ഒരുക്ക ശുശ്രൂഷ, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുങ്ങുക എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിക്കുന്ന ഒരു ഒരുക്കമാണ്. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ ആർജിച്ചെടുക്കാനുള്ള ഒരു ശുശ്രൂഷയല്ല. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നില്ല. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 6:33 നമ്മൾ വായിക്കുന്നുണ്ട്, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളത് കൂട്ടിച്ചേർക്കപ്പെടും എന്നാണ്. ബലിയുടെ യോഗ്യത നമ്മിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ ബലി കഴിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. കർത്താവ് ഗെത്സമൻ തോട്ടത്തിൽ ചെയ്തതാണ്. വീണ്ടും കാൽവരിയിലേക്ക് പോയി അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിച്ചു. താൻ ഏറ്റ എല്ലാ പീഡനങ്ങളും സഹിച്ചു. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ചു, ശത്രുവിനെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ബലിവേദിയിലെ സമീപിക്കുന്ന പുരോഹിതനും വിശ്വാസ സമൂഹവും മറ്റുള്ളവരോട് ക്ഷമിക്കണം. കാൽവരിയിൽ നടന്ന ആ ബലി ക്ഷമയിലൂടെ നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ട്. ക്ഷമിക്കാത്തവൻ്റെ ബലി ദൈവം സ്വീകരിക്കില്ല. നമ്മൾ ഏറ്റെടുക്കുന്ന എല്ലാ സഹനങ്ങളും നമ്മൾ കർത്താവിൻ്റെ ക്രൂശിനെ പ്രതി സഹിക്കണം. സഹിക്കാത്തവൻ്റെ ബലി, പിറുപിറുപ്പോടുകൂടി നിൽക്കുന്നവൻ്റെ ബലി ദൈവം സ്വീകരിക്കുകയില്ല. വീണ്ടും ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ശത്രുവിനെ അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് ബലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ഒരുക്കത്തോടുകൂടി വിശുദ്ധ കുർബാന സംബന്ധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സെഹിയോൻ മാളികയിൽ നടന്ന ആ ബലിയർപ്പണം അത് കാൽവരി ബലിയും ഗെത്സമനയിലെ പ്രാർത്ഥനയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത്, സെഹിയോൻ മാളികയിൽ ഇതാ മൽക്കിസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള ബലിയർപ്പണം നടന്നപ്പോൾ അഹരോൻ്റെ ക്രമപ്രകാരമുള്ള ആ ബലി കാൽവരിയിൽ പൂർത്തിയായതും അവിടെ ഒരുമിച്ച് അനുഷ്ഠിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അത് ഒന്ന് തന്നെയാണ് എന്ന് സഭ പഠിപ്പിക്കുകയാണ്. അതൊന്നു തന്നെ ആകണമെങ്കിൽ നാം തന്നെയും ഒരു ബലിവസ്തുവായി മാറണം. കാസായുടെയും പിലാസായിലേക്ക് ബലിവസ്തുക്കൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജഡത്തിൻ്റെ പ്രവണതകളെയെല്ലാം നമ്മൾ ബലിയായിട്ട് സമർപ്പിക്കണം. ഗലാത്യർ 5:19 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ ഈ ജഡത്തിൻ്റെ ഈ പ്രവണതകളെയാണ് നമുക്ക് ബലി കഴിക്കാനായിട്ടുള്ളത്. അങ്ങനെ ആ ബലിയിൽ നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് പുതുശരീരം ലഭിക്കുന്നു, ആത്മാവിൻ്റെ ഫലങ്ങളിലേക്ക് നമ്മൾ വളരുന്നു. ഗലാത്യർ 5:22 പറയുന്ന പോലെ, 22 വാക്യങ്ങൾ പറയുന്ന പോലെ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, വിശ്വസ്തത, പരോപകാരം, ഇന്ദ്രിയജയം, സൗമ്യത തുടങ്ങിയ ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് കൊയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. ബലിയായിട്ട് നമ്മുടെ ഇഷ്ടങ്ങളെ, ജഡത്തിൻ്റെ പ്രവണതകളെ സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങളിലേക്ക് വളരാനും കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പുതുസൃഷ്ടിയായിട്ട് മാറാനും നമുക്ക് സാധിക്കുന്നത്. ഓരോ ബലിയിലും നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാനും
കർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വളരുവാനും നമുക്ക് കഴിയണം. 1 തെസ്സലോനിക്കർ 4:3 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അതുകൊണ്ടാണ് വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠം എന്നാണ് ബലിവേദിയെ അല്ലെങ്കിൽ ത്രോണോസിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. വിശുദ്ധീകരണത്തിൻ്റെ ഈ ബലിവേദിയിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ജഡത്തിൻ്റെ പ്രവണതകളെല്ലാം കുരിശിൽ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് അതിനെല്ലാം ദഹിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളിലേക്ക് വളരുവാനും കർത്താവിൻ്റെ തിരുശരീരത്വങ്ങൾ അനുഭവിച്ചുകൊണ്ട് പുതുസൃഷ്ടിയായി തീരുവാനും ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്ക് സാധിക്കേണ്ടതാണ്. കർത്താവ് സ്ഥാപന വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് സഖിയോന്മാളിയിൽ നടന്ന അതേ ബലി തന്നെ വീണ്ടും വിശുദ്ധ കുർബാനയിൽ അത് യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ ഈ ഒരു സമർപ്പണം ആവശ്യമുണ്ട്. ഈ സ്ഥാപന വചനങ്ങൾ ഉച്ചരിച്ച് കഴിയുമ്പോൾ പിന്നീട് നടക്കുന്ന 2 ശുശ്രൂഷകളുണ്ട്. അത് കർത്താവിൻ്റെ കൽപ്പനയുടെ അനുസ്മരണ പ്രാർത്ഥനയാണ്, പിന്നീട് ഇത് റൂഹാഷണ പ്രാർത്ഥനയാണ്. ഈ 2 കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. ഇന്ന് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഒന്നുകൊണ്ട് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം. ആമുഖ സംവാദത്തിൽ പറഞ്ഞതുപോലെ മാലാഖമാരോടൊപ്പം സ്വർഗവാസികളും ഭൂവാസികളും ഒരുമിച്ച് മാലാഖമാരുടെ സ്തുതിപ്പ് പാടുന്നു. അതിനുശേഷം അതിൽ 2 പ്രാർത്ഥനയുണ്ട്. പുരോഹിതൻ ഒരു പ്രാർത്ഥന ചൊല്ലുന്നു, വിശ്വാസികൾ പ്രതിവാക്യം ചൊല്ലുന്നു. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചൊല്ലുമ്പോഴാണ് അതൊരു അനുഭവമായി തീരുന്നത്. മാലാഖമാരുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. മാലാഖമാരുടെ സ്തുതിപ്പ് കഴിഞ്ഞാൽ സ്ഥാപനവചനങ്ങൾ ഉച്ചരിക്കപ്പെടുകയാണ്. സഹീവന്മാളിയിൽ നടന്ന അതേ കാര്യം തന്നെ ഓരോ ബലിയിലും ആവർത്തിക്കപ്പെടുന്നു തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സ്ഥാപനവചനങ്ങൾക്ക് ശേഷം അനുസ്മരണ പ്രാർത്ഥനയും അനുസ്മരണ ശുശ്രൂഷ, കൽപ്പനയുടെ അനുസ്മരണവും അതിനുശേഷം റൂഹാഷണ പ്രാർത്ഥനയുമാണ് വിശുദ്ധ കുർബാനയിൽ പിന്നീട് സംഭവിക്കുന്നത്. അതേക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. അതുവരേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധിയിൽ കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.